ഇന്റെ ഒപ്പം ലൈവിലിരുന്ന് ഋഷിയോടും അഭിഷേകിനോടും അൻസിബോടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സോപ്പിടേണ്ട ടാസ്ക് ഉണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോ ഇപ്പൊ സായിയോട് എങ്ങാണ്ട് ജിൻഡോ ചോദിച്ചായിരുന്നു നിനക്ക് വേദന ഉണ്ടോന്നൊക്കെ. അപ്പൊ സായി പറഞ്ഞു എനിക്ക് വേദന ഒന്നും ഇല്ല എന്നുള്ളത്. എന്നിട്ട് ജിൻഡോ പറയുന്നത് ഞാൻ സായിനെ അറിയാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചോദിച്ചതാണ് എന്നുള്ളതാണ്. കാരണം വേദന ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ വേദന ഇല്ലാന്ന് പറയുകയും ചെയ്തു. അവന് മനസ്സിലായില്ല ഞാൻ ചോദിച്ചത് എന്തിനാന്നുള്ളത്. അപ്പൊ ജിൻഡോയ്ക്ക് പുറംവേദന ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി ജിൻഡോയ്ക്ക് ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ജീൻസിലും കാര്യങ്ങളിലൊക്കെ ആണല്ലോ ഇവര് സോപ്പൊക്കെ ഇട്ട് വരച്ചത്. അത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോയ്ക്ക് വരെ പുറംവേദന എടുത്തു. അങ്ങനെയുള്ള എനിക്ക് പുറംവേദന എടുത്തുവെങ്കിൽ ഇവനെന്തായാലും പാടില്ല എന്ന് പറയണേ ആക്കോ എടുക്കേണ്ടതല്ലേ എന്നാണ് ജിൻഡോ പറയുന്നത്. അപ്പൊ കള്ളമാണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ് ഇവര് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ കള്ളം പറഞ്ഞ് നിന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ അൻസിബ് ചോദിക്കുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നതല്ലേ എന്നുള്ളത്. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് ഇവരെ ക്രൂക്കഡ് ഗെയിമാണ്, ഓരോ ലൂപ്പ് ഹോളും കണ്ടുപിടിച്ച് കളിക്കുന്ന തരത്തിലുള്ള ഗെയിമാണ് സായി ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിജോയുടെയും സായിയുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ തന്നെയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലൊരു ഗെയിം കളിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവർ പറയുന്നത്. ഇവർക്കൊന്നും ശരിക്കും വലിയ പ്രോബ്ലങ്ങൾ ഇല്ല എന്നൊക്കെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയ്ക്കും വേദന ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ജിൻഡോയും ചോദിക്കുന്നത്. ഇവർക്കൊന്നും ശരിക്കും പ്രോബ്ലം ഇല്ലായിരിക്കുമോ ജിൻഡോ പറഞ്ഞ പോലെ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?